കുറച്ച് പ്രോഗ്രാംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ ചോദിച്ച 5 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് നിന്ന് എടുത്തിരിക്കുന്ന കുറച്ച് പ്രോഗ്രാംസ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഈ ഒരു പ്രോഗ്രാം നമ്മൾ ഓൾറെഡി എഡിഷൻ്റെ പ്രോഗ്രാം, ആഡ് 2 നമ്പേഴ്സിൻ്റെ പ്രോഗ്രാം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി അത് ഡിസ്കസ് ചെയ്യുന്നില്ല. അതുപോലെ ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്ന പ്രോഗ്രാമും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു മെസ്സേജ് ഇതിലോട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്, ഡിസ്പ്ലേ മോണിറ്ററിലോട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത്, ഇതിനു മുന്നേ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ദാറ്റ് ഫൈൻഡ് ദ സം ഓഫ് 10 കോൺസിക്യൂട്ടീവ് ബൈറ്റ്സ്. അതായത് ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. 10 നമ്പർ ആഡ് ചെയ്യുന്ന പ്രോഗ്രാം. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു 3-4 പ്രോഗ്രാം മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കാരണം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് ബേസ് ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് മാത്രം, അതും ബേസ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ബേസിൻ്റെ തന്നെ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, മനസ്സിലാവുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, 10 കോൺസിക്യൂട്ടീവ് നമ്പർ, അതായത് 10 നമ്പർ ആഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നത് AX രജിസ്റ്ററിലാണ്. ഇവിടെ നമ്മൾ ഒരു ഡാറ്റ സെഗ്മെന്റ് ഡിഫൈൻ ചെയ്തു. ഡാറ്റ സെഗ്മെന്റിലാണ് നമ്മൾ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ ARR എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിന് ഡാറ്റ ബൈറ്റ്സ് അലോക്കേറ്റ് ചെയ്തു, ബൈറ്റ്സ് ഓഫ് മെമ്മറി അലോക്കേറ്റ് ചെയ്തു. 10 ആ ബൈറ്റ്സ് ഓഫ് മെമ്മറിയിലുള്ള വാല്യൂസ് ആണ് എന്തൊക്കെ? 5, 3, 7, 1, 9, 2, 6, 8, 4, 10. ഇത്രയും എലമെന്റ്സ് ആണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മളിവിടെ പ്രോഗ്രാമിൽ തന്നെ കൊടുത്തിരിക്കുന്നുണ്ട് ഏതൊക്കെ നമ്പേഴ്സ് ആണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. ഓക്കെ, അത് എവിടെയാണ് സ്റ്റോർ ചെയ്ത്, ഏത് വേരിയബിളിലാണ്? ARR എന്ന് പറയുന്ന ഒരു അറേയിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനുശേഷം LEN-DWARR, അതായത് നമ്മളിവിടെ അറേയുടെ ലെങ്ത് ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ലെങ്ത് LEN, ഈ അറേയുടെ ഒരു ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം സമ്മിന് വേണ്ടിയിട്ട് നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അത് ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തത്. മാക്സിമം വാല്യൂ എത്രയാണ് നമുക്ക് അറിഞ്ഞിടാം. അതിനുശേഷം ഡാറ്റ സെഗ്മെന്റ് എൻഡ് ചെയ്തു. നെക്സ്റ്റ് കോഡ് സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അസ്യൂം കോഡ് സെഗ്മെന്റ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മളെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ 2 ഇൻസ്ട്രക്ഷൻ എന്തായിരുന്നു? ഡാറ്റ സെഗ്മെന്റ് ഇനീഷ്യലൈസേഷൻ ആണ്, ഇത് ഓൾറെഡി അറിയാം. ഇനി ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? LESI-ARR, ദാറ്റ് മീൻസ് ARR എന്ന് പറയുന്ന ഇതിന്റെ അഡ്രസ്, ഇനീഷ്യൽ അഡ്രസ് SI എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യാം. ലോഡ് എഫക്റ്റീവ് അഡ്രസ് ആണ് LEA എന്ന് പറയുന്നത്, ലോഡ് എഫക്റ്റീവ് അഡ്രസ്. ദാറ്റ് മീൻസ് ഇതിന്റെ അഡ്രസ്, സ്റ്റാർട്ടിങ് അഡ്രസ്, ഇവിടെ ബൈറ്റ് ഓഫ് മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടില്ലേ? DB എന്ന് പറയുന്നത് ബൈറ്റ്സ് ഓഫ് മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആർക്ക് വേണ്ടിയിട്ട്? ARRന് വേണ്ടിയിട്ട്. അതിൽ ഇത്രയും വാല്യൂസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിന്റെ അഡ്രസ് ഏതിലോട്ട് ലോഡ് ചെയ്തു? SI എന്ന് പറയുന്ന ഇൻഡെക്സ് രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്തു. നമുക്കപ്പോൾ ARRന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് അഡ്രസ്സ് കിട്ടി. അതിനുശേഷം നമ്മൾ AXന്റെ വാല്യൂ 0 ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ സമ്മാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ വാല്യൂ AXന്റെ വാല്യൂ അത് 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. CX LEN, ഇതിലെന്താ കൊടുത്തിരിക്കുന്നത്? LENന്റെ വാല്യൂ, അതായത് അറേയുടെ ലെങ്ത് ഇപ്പോൾ എത്രയായിരിക്കും? 10 അല്ലേ? അറേയുടെ ലെങ്ത് എത്രയാണ്? 10. ഇതിവിടെ നമ്മൾ കണ്ടുപിടിച്ചു. ആ ലെങ്ത് എന്ന് പറയുന്ന വാല്യൂ CX എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ട് കൊടുത്തു. അപ്പോൾ AX എന്ന് പറയുന്ന രജിസ്റ്ററിൽ 0 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്, CXൽ എന്താണ്? 10 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്, കൗണ്ടും ഉണ്ട്. ഇത് നമ്മൾ റിപ്പീറ്റ്, ഇതൊരു ലൂപ്പ് പോലെയാണ് വരുന്നത്. ഓക്കെ, ലൂപ്പ് റിപ്പീറ്റ്, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. മൂവ് BL, ARR ഓഫ് SI, ദാറ്റ് മീൻസ് ARR ഓഫ് SI എന്ന് പറയുമ്പോൾ ഈ അറയിലുള്ള ഫസ്റ്റ് വാല്യൂ, അറയുടെ ആദ്യത്തെ ഇൻഡെക്സ് വാല്യൂ SIയിലോട്ട് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ARR ഓഫ് SI എന്ന് പറയുമ്പോൾ ആദ്യത്തെ മെമ്മറി ലൊക്കേഷൻ്റെ വാല്യൂ എന്താണ്? 5 നമ്മൾ ഏത് രജിസ്റ്ററിലോട്ട് സ്റ്റോർ ചെയ്തു? BL എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ട് സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇതെല്ലാം 8 ബിറ്റ് നമ്പേഴ്സ് ആണ്. ദാറ്റ് മീൻസ് ഇതൊന്നും 16 ബിറ്റ് അല്ല. ഓക്കെ, 5 എന്താണ്? ഒരു 8 ബിറ്റ് ആണ്. ഇവിടെ 3 എന്താണ്? 8 ബിറ്റ് ആണ്. 7 8 ബിറ്റ് ആണ്. 9 8 ബിറ്റ് ആണ്. ഇതൊക്കെ എന്താണ്? 8 ബിറ്റ് നമ്പേഴ്സ് ആണ്. ഓക്കെ, 8 ബിറ്റ് എഡിഷൻ ആണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്. 8 ബിറ്റ് നമ്പേഴ്സ് ആണ്. 5 8 ബിറ്റ് ആണ്, 3 8 ബിറ്റ് ആണ്, 7 8 ബിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് വാല്യൂ 5 എന്ന് പറയുന്ന വാല്യൂ BL രജിസ്റ്ററിലോട്ട് സ്റ്റോർ ചെയ്തു. ഇനി നിങ്ങൾ ഇവിടെ കാണാം BXന്റെ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്തു. അതൊന്നുമില്ല,
8 ബിറ്റ് നമ്പേഴ്സ് ആകുമ്പോൾ ബി എക്സ് എന്ന് പറയുന്ന രജിസ്റ്ററാണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നത്, എഡിഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബി എക്സ് എന്ന് പറയുന്ന രജിസ്റ്ററിൽ ഹയർ ബൈറ്റ് ലോവർ ബൈറ്റ് ഉണ്ടാവുമല്ലോ. ലോവർ ബൈറ്റിലാണ് ഇപ്പോൾ 5 ഉള്ളത്. അപ്പോൾ ഹയർ ബൈറ്റിൽ നിങ്ങൾ 0 ആക്കണം. ദാറ്റ് മീൻസ് 05 ആണ് നമുക്ക് ശരിക്കും ആക്ച്വലി വേണ്ടത്. ഇനിയിപ്പം ബി എച്ച് എന്ന് പറയുന്ന രജിസ്റ്ററിൽ ഒരു 7 എവിടെയെങ്കിലും പഴയ ഓപ്പറേഷനിൽ കിടക്കുന്ന ഒരു വാല്യൂ 7 അവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ വാല്യൂ എന്തായി മാറി, 75 ആയി മാറിയില്ലേ. ബി എല്ലിലാണ് നമ്മുടെ 5 ഉള്ളത്, ബി എച്ചിൽ വേറെ ഏതോ ഒരു 5 7 ഒക്കെ ഉണ്ടെങ്കിൽ അത് 75 ആയി. അപ്പം നമ്മളെ റിസൾട്ട് തെറ്റൂലേ. അപ്പോൾ എന്താക്കി മാറ്റണം, ലോവർ ബൈറ്റ് 0 ആക്കി മാറ്റി, ഹയർ ബൈറ്റ് 0, ബി എല്ലിൽ 5. അപ്പോൾ ബി എക്സ് എന്ന് പറയുന്ന രജിസ്റ്ററിൽ ഇപ്പോൾ എന്ത് വാല്യൂ ഉള്ളത്, ഹയർ ബൈറ്റിൽ 0 ആണുള്ളത്, ലോവർ ബൈറ്റിൽ 5 ആണുള്ളത്. അപ്പോൾ എന്ത് വന്നു, 05 എന്ന് പറയുന്ന വാല്യൂ എന്തിൽ വന്നു, ബി എക്സ് എന്ന് പറയുന്ന രജിസ്റ്ററിലുണ്ട്. ബി എക്സ് എന്ന് പറയുന്ന രജിസ്റ്ററിൽ 05. ആ 0 നമ്മളിവിടെ കൊടുക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഹയർ ബൈറ്റ് 0 ആയിട്ട് സെറ്റ് ചെയ്യണം. ലെഫ്റ്റിലെ 0ന് വാല്യൂ, അതായത് എന്താണ് ഇല്ലാന്ന് നിങ്ങൾക്ക് അറിയാലോ, 05 എന്ന് കൊടുക്കുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ബി എച്ചിലുള്ള വേറെ ഏതെങ്കിലും പണ്ടേയുള്ള വാല്യൂ ആയ ഏതെങ്കിലും ഒരു വാല്യൂ അവിടെ കയറി വരും. അപ്പോൾ നമ്മളെ റിസൾട്ട് തെറ്റും. അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ലോവർ ബിറ്റ് 5 ഉണ്ട്, ഇവിടെ ഹയർ ബിറ്റ് 0 ആക്കി. അപ്പോൾ 05 നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ബി എക്സിൽ 05 ഉണ്ട്, എ എക്സിൽ എന്താണ് 0 സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്ത് എന്താ കിട്ടുക, 0 + 5 ആഡ് ചെയ്ത് എന്ത് കിട്ടും, 5 റിസൾട്ട് കിട്ടിയില്ലേ. ആ റിസൾട്ട് ഇപ്പോൾ ഏതിലുണ്ട്, അക്യുമുലേറ്ററിലുണ്ട്. 5 എന്ന് പറയുന്നത് അക്യുമുലേറ്ററിൽ വന്നു. ഇനി ഇൻഡെക്സ് രജിസ്റ്റർ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു. ദാറ്റ് മീൻസ് മെമ്മറി ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു. ARRന്റെ ആദ്യത്തെ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ INCSI എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത ലൊക്കേഷൻ കിട്ടി. ഓക്കെ, തൊട്ടടുത്ത ലൊക്കേഷൻ കിട്ടിയതിന് ശേഷം ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, ഈ കൗണ്ട് രജിസ്റ്റർ ഒന്ന് ഡിക്രിമെന്റ് ചെയ്യും. അതങ്ങനെയാണ്. കൗണ്ട് രജിസ്റ്ററിൽ നിങ്ങൾ എന്ത് വാല്യൂ കൊടുക്കുമ്പോഴും, ഇപ്പോൾ കൗണ്ട് രജിസ്റ്ററിന്റെ വാല്യൂ 10 ആണുള്ളത്, ഈ ഒരു ഓപ്പറേഷൻ കഴിയുമ്പോഴേക്ക് എന്ത് സംഭവിക്കും, കൗണ്ട് രജിസ്റ്ററിന്റെ വാല്യൂ എന്ത് സംഭവിക്കും, ഒന്ന് ഡിക്രിമെന്റ് ചെയ്യും. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി കൗണ്ട് രജിസ്റ്റർ ഡിക്രിമെന്റ് ചെയ്യും. ഓക്കെ, അത് നിങ്ങൾ ഡിക്രിമെന്റ് ചെയ്യണ്ട. ഓക്കെ, ഇത് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ചെയ്തോളൂ. അപ്പോൾ കൗണ്ട് രജിസ്റ്ററിന്റെ വാല്യൂ ഒന്ന് കുറഞ്ഞു, അത് 9 ആയി മാറി, ഓട്ടോമാറ്റിക്കലി ചെയ്യും. അതിനുശേഷം ലൂപ്പ് റിപ്പീറ്റ് ചെയ്തു. ഇവിടെ പിന്നെ എത്തി, തൊട്ടടുത്ത ലൊക്കേഷനിലുള്ള വാല്യൂ ആയി 3 എടുത്തു, ബി എച്ചിന്റെ വാല്യൂ 0 ആയി. അപ്പോൾ 03 ആയി. 3 എന്നുള്ളത് ബി എക്സിലുണ്ട്, എ എക്സിൽ എന്തുണ്ട്, 5 ഉണ്ട്. 5 + 3 ചെയ്തിട്ട് 8 എ എക്സിലോട്ട് വരും. അതിനുശേഷം മെമ്മറി ലൊക്കേഷൻ അടുത്ത് ഇൻക്രിമെന്റ് ചെയ്തു. 7 എന്ന് പറയുന്ന ലൊക്കേഷനിൽ ഈ 7 സ്റ്റോർ ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ നമുക്ക് കിട്ടി. അതിനുശേഷം ലൂപ്പ് പിന്നെയും റിപ്പീറ്റ് ചെയ്യും. ലൂപ്പ് എപ്പോഴാണ് ഇത് എക്സിറ്റ് ആവുക, കൗണ്ടിന്റെ വാല്യൂ 0 ആവുന്നത് വരെ ഇത് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ കൗണ്ടിന്റെ വാല്യൂ എന്തായി, 9 ആയി, അത് 8 ആയി. ഓക്കെ, ഇനി അടുത്തത് 7 എടുക്കും. അപ്പോൾ 7 + 8 ചെയ്യും. 50 എന്ന് പറയുന്ന വാല്യൂ എ എക്സിൽ വരും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇവിടെ ഈ 10 നമ്പറും ആഡ് ചെയ്യുന്നത് വരെ ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോഴേക്ക് കൗണ്ട് രജിസ്റ്ററിന്റെ വാല്യൂ എന്താവും, 0 ആയിട്ടുണ്ടാവും. ഇത് കംപ്ലീറ്റ് കഴിയുമ്പോഴേക്ക് കൗണ്ട് രജിസ്റ്ററിന്റെ വാല്യൂ 0 ആവും. നമ്മുടെ ലൂപ്പിൽ നിന്ന് ഇത് എക്സിറ്റ് ആവും. ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവുമ്പോൾ ഫൈനൽ വാല്യൂ ഇതിലാണ് ഉണ്ടാവുക, എ എക്സ് എന്ന് പറയുന്ന അക്യുമുലേറ്ററിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി. അതിനുശേഷം തൊട്ടടുത്ത സ്റ്റേറ്റ്മെന്റ് ആയ എ എക്സിലുള്ള വാല്യൂ സം എന്ന് പറയുന്ന വേരിയബിളിലോട്ട്, സം നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടല്ലോ, സം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് മൂവ് ചെയ്യും. പിന്നെ മൂവ് ഏജ് 4CH എന്തിനു വേണ്ടിയിട്ടാണ്, എക്സിറ്റ് ഓഫ് ദ പ്രോഗ്രാം കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ വാല്യൂ ഏതിലുണ്ടാവുക, സമ്മിലും ഉണ്ടാവും, എ എക്സ് രജിസ്റ്ററിലും ഉണ്ടാവും. ഇത് നിങ്ങളൊന്നും കൂടെ ആലോചിക്കുക. കാരണം ലൂപ്പ് നമ്മൾ സാധാ ഫോർ ലൂപ്പ് ചെയ്യുന്ന അതേ കാര്യമാണ് ചെയ്യുന്നത്. ഓരോ വാല്യൂ എടുക്കും, ആഡ് ചെയ്യുന്ന റിസൾട്ട് സമ്മിലോട്ട് മാറുന്നു. സം ഈക്വൽ ടു സം പ്ലസ് എ ഓഫ് ഐ ചെയ്യുന്നില്ലേ, അതേ കാര്യമാണ് ഇവിടെ ചെയ്യുന്നത്. സം ഈസ് ഈക്വൽ ടു സം പ്ലസ് എ ഓഫ് ഐ, സം പ്ലസ് എ ഓഫ് ഐ. സമ്മിന്റെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും. അതിന്റെ കൂടെ എന്താണ് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്, ബി എക്സിന്റെ വാല്യൂ. ബി എക്സിന്റെ വാല്യൂ എന്താണ്, ഓരോ തവണ അറേയുടെ ഓരോ വാല്യൂ എടുക്കും. ഫസ്റ്റ് വാല്യൂ, സെക്കൻഡ് വാല്യൂ, തേർഡ് വാല്യൂ, ഇങ്ങനെ എടുക്കും. അതിങ്ങനെ എന്ത് ചെയ്യും, ആഡ് ചെയ്ത് എ എക്സിലോട്ട് ഇങ്ങനെ വാല്യൂ വന്നുകൊണ്ടേയിരിക്കും. ലാസ്റ്റ് ഈ ലൂപ്പ് എക്സിറ്റ് ആവുന്നത് എപ്പോഴാണ്, സി എക്സ് എന്ന് പറയുന്ന രജിസ്റ്ററിന്റെ വാല്യൂ 0 ആവുമ്പോൾ. സി എക്സിന്റെ രജിസ്റ്ററിന്റെ വാല്യൂ എപ്പോഴാണ് 0 ആവുക, സി എക്സിലോട്ട് കൊടുത്തിരിക്കുന്നത് അറേയുടെ ലെങ്ത് ആണ്. ദാറ്റ് മീൻസ് 10 നമ്പേഴ്സ്, 10 എന്ന് പറയുന്ന ലെങ്ത് ആണ് കൊടുത്തിരിക്കുന്നത്. അത് എക്സിറ്റ് ആവുമ്പോൾ. ഓക്കെ, ഇത് ഓരോ ലൂപ്പ് കഴിയുമ്പോഴും സി എക്സിന്റെ കൗണ്ട് ഡിക്രിമെന്റ് ചെയ്ത് വരും. അത് നിങ്ങളിവിടെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഓട്ടോമാറ്റിക്കലി ഡിക്രിമെന്റ് ചെയ്തുകൊണ്ടേ വരും. അപ്പോൾ ഇതിന്റെ വാല്യൂ 0 ആവുന്ന സമയത്ത് നമ്മുടെ ലൂപ്പ് എക്സിറ്റ് ആവും. നമ്മുടെ ഫൈനൽ റിസൾട്ട് സമ്മിലോട്ട് വരും. എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്തു, കോഡ് സെഗ്മെന്റ് എൻഡ് ചെയ്തു, നമ്മുടെ പ്രോഗ്രാം എൻഡ് ചെയ്തു. ഇതാണ് 10 നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം. ഇനി അടുത്തത് റൈറ്റ് എ പ്രോഗ്രാം ടു ചെക്ക് വെദർ നമ്പർ ഈസ് ഈവൺ ഓർ ഓർ ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്.
ഇവിടെ നിങ്ങൾ നോക്കിയേ, ഡാറ്റ സെഗ്മെന്റിൽ മെസ്സേജ് 1, മെസ്സേജ് 2, മെസ്സേജ് 3 എന്ന് പറയുന്ന 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഒരു ബൈറ്റ് ഓഫ് മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 10,30 എന്ന് പറയുന്നത് ന്യൂ ലൈനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സ്ലാഷ് എന്നൊക്കെ കൊടുക്കുന്ന പോലെയാണ് 10:30 എന്ന് കൊടുക്കുന്നത്. ഓക്കെ, മെസ്സേജ് 1 എന്ന് പറയുന്ന വേരിയബിൾ എന്താ സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ഒരു സ്ട്രിംഗ് ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. എൻ്റർ നമ്പർ ഹിയർ എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് സ്റ്റോർ ചെയ്തു. മെസ്സേജ് 2 എന്ന് പറയുന്ന വേരിയബിളിൽ എൻറ്റേർഡ് വാല്യൂ ഈസ് ഈവൺ എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് സ്റ്റോർ ചെയ്തു. മെസ്സേജ് 3ൽ എൻറ്റേർഡ് വാല്യൂ ഈസ് ഓഡ്. ഇതാണ് ഡാറ്റാ സെഗ്മെന്റിൽ കൊടുത്തിരിക്കുന്നത്. സ്ട്രിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ നമ്പർ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ 3 സ്ട്രിംഗ് ഇവിടെ ഡിഫൈൻ ചെയ്തു. ഡാറ്റാ സെഗ്മെന്റ് എൻഡ് ചെയ്തു. ഓക്കെ, ഇവിടെ മാക്രോ കൊണ്ടിരിക്കുന്നുണ്ടോ? മാക്രോ ആക്ച്വലി ശരിക്കും സെഗ്മെന്റിന്റെ എല്ലാ സെഗ്മെന്റും സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മളൊരു മാക്രോ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു മാക്രോ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. AH9 LEADXMSG × 21H. ഈ കോഡ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇത് നമ്മൾ ഓൾറെഡി ഒരു തവണ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും സാധനം മൂവ് AH9 പിന്നെ × 21H എന്ന് പറയുന്ന ഡോസ് കമാൻഡ്, അതുപോലെ ഈ ഒരു വാല്യൂ LEADXMSG, ഈ 3 സംഭവം യൂസ് ചെയ്യുന്നത് നമ്മളൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു സ്ക്രീനിലോട്ട് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡോസ് കമാൻഡാണ് മൂവ് AH9 × 21H. ഓക്കെ, ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമാൻഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മളൊരു മാക്രോൻ്റെ ഉള്ളിൽ കൊടുത്തു. ഓക്കെ, നമ്മൾക്ക് ഒരുപാട് തവണ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും നമ്മൾ മാക്രോൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ മാക്രോ എൻഡ് ചെയ്തു. അതിനുശേഷം നമ്മളെ കോഡ് സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ഇവിടെ എന്താണ്? ഡാറ്റ സെഗ്മെന്റ് ഇനീഷ്യലൈസ് ചെയ്തു ഈ 2 വാല്യൂവിൽ. അതിനുശേഷം എന്താണ്? ഡിസ്പ്ലേ MSG1. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഒരു മാക്രോനെ വിളിക്കല്ലേ ചെയ്തിരിക്കുന്നത്. ഡിസ്പ്ലേ എന്ന് പറയുന്ന മാക്രോ വിളിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കോളിംഗ് നടക്കുന്നു. കോളിംഗ് നടക്കില്ല. കോൾ എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് യൂസ് ചെയ്യേണ്ട. ഡിസ്പ്ലേ MSG1 എന്ന് പറയുന്നത് ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്ന ആർഗ്യുമെന്റ് ആണ് MSG1. ഡിസ്പ്ലേ എന്ന് പറയുന്ന മാക്രോ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിനെ കോളിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. MSG1 പാസ് ചെയ്യുന്ന പാരാമീറ്റർ എന്താണ്? എൻ്റർ നമ്പർ ഹിയർ. MSG1ൽ എന്താണുള്ളത്? എൻ്റർ നമ്പർ ഹിയർ. അപ്പോൾ തന്നെ എന്ത് നടക്കും? എൻ്റർ നമ്പർ ഹിയർ എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഈ ഒരു മാക്രോ എക്സിക്യൂട്ട് ചെയ്യും. ദാറ്റ് മീൻസ് ഈ MSG1ലുള്ള വാല്യൂ ഇവിടെ എടുത്തോട്ട് ഈ ആക്ച്വൽ ആർഗ്യുമെന്റ് ഈ ഫോർമൽ ആർഗ്യുമെന്റ് ആയി മാറി. സോ ഇവിടെ MSG എന്ന് പറയുന്ന ഈ ഒരു വേരിയബിൾ എന്ത് വാല്യൂ വന്നിട്ടുണ്ട്? എൻ്റർ നമ്പർ ഹിയർ എന്ന് പറയുന്ന മെസ്സേജ് വരും. അതിനുശേഷം ഈ കമാൻഡ് എന്തിനു വേണ്ടിയിട്ടാണ്? അത് നമ്മളെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, നമ്മൾ പ്രിന്റ് എൻ്റർ നമ്പർ എന്നൊക്കെ പറയുന്നില്ലേ, അതിന് പകരം എന്താണ്? ഇതാണ് യൂസ് ചെയ്യുന്നത്. AH9 × 21H എന്ന് പറയുന്ന ഒരു ഡോസ് കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് മെസ്സേജ് ആണോ കൊടുത്തത് അത് പ്രിന്റ് ചെയ്ത് വരും. അപ്പോൾ ഇനി സ്ക്രീനിൽ എന്താ പ്രിന്റ് ചെയ്ത് വരിക? എൻ്റർ നമ്പർ ഹിയർ എന്ന് പറയുന്ന ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് തിരിച്ച് എന്താണ്? നമ്മളെ മാക്രോന്റെ എക്സിക്യൂഷൻ കഴിഞ്ഞു. തൊട്ടടുത്ത സ്റ്റേറ്റ്മെന്റ് വരും. തൊട്ടടുത്ത സ്റ്റേറ്റ്മെന്റ് മൂവ് AH1 × 21H. ഈ ഒരു മൂവ് AH1 × 21H ഈ കമാൻഡ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡോസ് കമാൻഡ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എൻ്റർ നമ്പർ ഹിയർ എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക? കീബോർഡിൽ നിന്ന് ഒരു വാല്യൂ എൻ്റർ ചെയ്യും. ഓക്കെ, കീബോർഡിൽ നിന്ന് എൻ്റർ ചെയ്യുന്ന വാല്യൂ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് AH1 എന്ന് പറയുന്ന ഈ ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മൂവ് AH1 × 21H ഈ ഒരു ഡോസ് കമാൻഡ് യൂസ് ചെയ്യുന്നത് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ 3 ഡോസ് കമാൻഡ്സ് അതിന് വേണ്ടിയിട്ടാണ്. കീബോർഡിൽ നിന്ന് നമ്മളിപ്പോൾ 5, 6 എന്നൊക്കെ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്തു. എൻ്റർ നമ്പർ ഹിയർ എന്ന് പറയുന്ന മെസ്സേജ് കാണുമ്പോൾ നമ്മൾ കീബോർഡിൽ നിന്ന് വാല്യൂ റീഡ് ചെയ്യും. ആ വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡോസ് കമാൻഡ്സ് ആണ് ഇത്. ഓക്കെ, നമ്മൾ കുറേ ഡോസ് കമാൻഡ്സ് പഠിച്ചു. സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് മൂവ് AH9 എന്നുള്ളതും, റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂവ് AH1 എന്ന് പറയുന്ന ഡോസ് കമാൻഡ് യൂസ് ചെയ്തു. പ്രോഗ്രാം എൻഡ് ചെയ്യാൻ കാണിക്കാൻ വേണ്ടിയിട്ട് മൂവ് AH4CH എന്ന് പറയുന്ന ഡോസ് കമാൻഡ് യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ എൻ്റർ നമ്പർ ഹിയർ എന്ന് പറയുന്ന മെസ്സേജ് സ്ക്രീനിൽ കണ്ടപ്പോൾ തന്നെ നമ്മളൊരു വാല്യൂ റീഡ് ചെയ്തു. ഓക്കെ, വാല്യൂ റീഡ് ചെയ്ത വാല്യൂ ഏതിലാണ് വരിക? AX എന്ന് പറയുന്ന രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പം ഞാനൊരു ഫോർ എക്സാമ്പിൾ 5 ആണ് റീഡ് ചെയ്തത്. അത് AX എന്ന് പറയുന്ന രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തു. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, മൂവ് DL,2 DL എന്ന് പറയുന്ന രജിസ്റ്ററിൽ ഞാൻ 2 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്തു. div AL എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? അതായത് AX എന്ന് പറയുന്ന രജിസ്റ്ററിൽ നമ്മളിപ്പോൾ റീഡ് ചെയ്ത വാല്യൂ 5 ഉണ്ട്. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ 2 ചെയ്യും. 5 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ എന്താണ്? റിമൈൻഡർ വന്നോ? റിമൈൻഡർ ഉണ്ടാവും. അതായത് 5 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ റിമൈൻഡർ 1 ആണ്. ഓക്കെ, ആ റിമൈൻഡർ
എച്ച് എന്ന് പറയുന്ന രജിസ്റ്ററിൽ ഉണ്ടാവും. അപ്പോൾ കമ്പയർ ചെയ്യും. എച്ചിലെ വാല്യൂ ഇപ്പോൾ എന്താണ്, റിമൈൻഡർ 1 ആണ്. ആ 1ഉം 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇത് രണ്ടും കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, എച്ചിൽ ഇപ്പോൾ എന്ത് വാല്യൂ ഉള്ളത്, 1 ആണുള്ളത്, 1 0 അല്ലുള്ളത്. അപ്പോൾ കമ്പാരിസൺ ഓപ്പറേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. കമ്പാരിസൺ ഓപ്പറേഷൻ നടക്കുമ്പോൾ ഈക്വൽ ആണെങ്കിൽ ജമ്പ്, നോട്ട് ഈക്വൽ. നോട്ട് ഈക്വൽ ആണെങ്കിൽ ജമ്പ് ചെയ്യാം. ഇത് രണ്ട് നോട്ട് ഈക്വൽ അല്ലേ ഇപ്പോൾ, ഒന്നിൽ 0 ആണുള്ളത്. റിമൈൻഡർ ഇപ്പോൾ 1 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ 0 ആയിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. 1ഉം 0 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ്, റിമൈൻഡർ 1 ആണ്, മറ്റെന്താണ് 0 ആണ്. ഒബ്വിയസ്ലി എങ്ങോട്ടേക്ക് പോകും, നോട്ട് ഈക്വൽ അല്ലേ. അതായത് നോട്ട് ഈക്വൽ ആണ്. അപ്പം ഏത് ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, 0 ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, നോട്ട് ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ ജമ്പ് നോട്ട് ഈക്വൽ ആണെങ്കിൽ ഓഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകും. ഓഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നു. ഡിസ്പ്ലേ മെസ്സേജ് 3. ഡിസ്പ്ലേ എന്ന് പറയുന്ന മാക്രോനെ കോൾ ചെയ്യൂ. മെസ്സേജ് 3ൽ എന്താ വന്നിരിക്കുന്നത്, എൻറ്റേർഡ് വാല്യൂ ഈസ് ഓഡ്. ഈ എൻറ്റേർഡ് വാല്യൂ ഈസ് ഓഡ് എന്ന് പറയുന്ന മെസ്സേജ് എങ്ങോട്ടേക്ക് പാസ് ചെയ്യും, ഈ മാക്രോയിലോട്ട് പാസ് ചെയ്യും. ഈ മെസ്സേജിലേക്ക് എൻറ്റേർഡ് വാല്യൂ ഈസ് ഓഡ് എന്ന് പറയും. അത് നമ്മൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് വരും. കാരണം നമ്മൾ 5 ആണല്ലോ എൻ്റർ ചെയ്തത്. ഇനി സപ്പോസ് നിങ്ങളൊരു കീബോർഡിൽ നിന്ന് ഇവിടുന്ന് റീഡ് ചെയ്ത വാല്യൂ 4 ആണെന്ന് വിചാരിച്ചു. ഇനി എന്ത് ചെയ്യും, 4 ഡിവൈഡഡ് ബൈ DL എന്ന് പറയുന്ന രജിസ്റ്റർ നമ്മൾ 2 സ്റ്റോർ ചെയ്തു. ഡിവ് DL എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിലെ വാല്യൂ DL വാല്യൂ ഡിവൈഡ് ചെയ്തു. 4 ഡിവൈഡഡ് ബൈ 2. റിമൈൻഡർ എന്ത് വന്നു, 0 ആണ് വന്നത്. അപ്പോൾ എച്ചിലെ വാല്യൂ എന്താണ്, 0 ആയിരിക്കും ഉണ്ടാവുക. 0 ആയിട്ട് കമ്പയർ ചെയ്യും. ഈക്വൽ ആണ്, നോട്ട് ഈക്വൽ അല്ല. അപ്പോൾ എന്താണ്, തൊട്ടടുത്ത ജമ്പ് നോട്ട് ഈക്വൽ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. തൊട്ടടുത്ത സ്റ്റേറ്റ്മെന്റ് ആയ ഈവൺ എന്ന് പറയുന്ന ഈ ഒരു സാധനം എക്സിക്യൂട്ട് ചെയ്യും. എന്ത് ചെയ്യും, ഡിസ്പ്ലേ മെസ്സേജ് 2. ഇനി എന്താണ് ചെയ്യേണ്ടത്, അപ്പോൾ തന്നെ ഒരു മാക്രോനെ കോൾ ചെയ്യും. മെസ്സേജ് 2 എന്ന് പറയുന്ന ആർഗ്യുമെന്റ് പാസ് ചെയ്യും. മെസ്സേജ് 2ൽ എന്താണുള്ളത്, എൻറ്റേർഡ് വാല്യൂ C1. എൻറ്റേർഡ് വാല്യൂ C1 എന്ന് പറയുന്ന മെസ്സേജ് ഇങ്ങോട്ടേക്ക് വരും. ആ വാല്യൂ, ആ ഒരു എൻറ്റേർഡ് വാല്യൂ C1 എന്ന് പറയുന്ന മെസ്സേജ് നമ്മൾ സ്ക്രീനിൽ പ്രിന്റ് ചെയ്യും. സ്ക്രീനിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 4 ആണെങ്കിൽ, ഈവൺ നമ്പർ ആണെങ്കിൽ എൻറ്റേർഡ് വാല്യൂസ് E1 എന്നും പ്രിന്റ് ചെയ്യും. ഓഡ് ആണെങ്കിൽ എൻറ്റേർഡ് വാല്യൂസ് ഓഡ് എന്നും പ്രിന്റ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ജമ്പ് ഡൺ. ഇതെന്തിനാണ് ചെയ്തിരിക്കുന്നത്, പിന്നെ ഓഡ് എന്ന് പറയുന്ന ഈ തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യണ്ടല്ലോ, ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാമല്ലോ. അപ്പോൾ എന്താ, ജമ്പ് ഈഫ് എൽസ് പോലെ തന്നെ. ഈഫ് ആണെങ്കിൽ, ഈക്വൽ ആണെങ്കിൽ, ഈഫ് ആണെങ്കിൽ ഈ കണ്ടീഷൻ കമ്പാരിസൺ ശരിയാണെങ്കിൽ എന്ത്, E1 എന്ന് പറയുന്നതിലേക്ക് പോകും. എൽസ് ആണെങ്കിൽ ഓഡിലോട്ട് പോകും. ഓക്കെ, ഈഫ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൽസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ജമ്പ് ഡൺ. ജമ്പ് ഡൺ എന്ന് പറയുന്നത് എന്താണ്, അൺകണ്ടീഷണൽ ജമ്പാണ്. ഇവിടെ കണ്ടീഷൻ ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇവിടെ ജമ്പ് നോട്ട് ഈക്വൽ ആണെങ്കിൽ മാത്രമാണ് ഓഡിലോട്ട് ജമ്പ് ചെയ്തത്. നോട്ട് ഈക്വൽ എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ടും ഈക്വൽ അല്ല. ഒന്നിൽ 1ഉം ഒന്നിൽ 0 ആണ് വരുന്നത്. ചിലപ്പം 3ഉം 0 എന്ത് വാല്യൂ ആവാം. ഈക്വൽ ടു 0 അല്ലെങ്കിൽ അത് എപ്പോഴും ഓടായിരിക്കും. സോ ജമ്പ് നോട്ട് ഈക്വൽ. നോട്ട് ഈക്വൽ എന്ന് പറയുന്ന കണ്ടീഷൻ ആണെങ്കിൽ ഓഡിലോട്ട് വരും. കാരണം ആ സമയത്ത് E1 എന്ന് പറയുന്ന ഈ ഒരു ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണ്ട. അപ്പോൾ ഇത് ചെയ്തു. പിന്നെ നമ്മൾ മൂവ് AH, 4CH എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്തു. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തു. ഇനി ഈവൺ ആണെങ്കിൽ എന്താണ്, കമ്പയർ 0 0 ആണ്. രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ജമ്പ് നോട്ട് ഈക്വൽ എന്ന് പറയുന്ന ഇത് വർക്ക് ചെയ്യില്ല. തൊട്ട് താഴെയുള്ള ഈ കാര്യങ്ങൾ വർക്ക് ചെയ്യും. അതിനുശേഷം പിന്നെ താഴെയുള്ള ഓഡ് വർക്ക് ചെയ്യണ്ടല്ലോ. ഈവൺ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഓടിൻ്റെ കാര്യം ചെയ്യണ്ടല്ലോ. ഈഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൽസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ജമ്പ് ഡണ്ണിലോട്ട് വന്നു. ഡണ്ണ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, പ്രോഗ്രാം എക്സിറ്റ് ആയി, കോഡ് എൻഡ് ചെയ്തു, നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ചെക്ക് ഓഡ് ഓർ ഈവൺ ചെക്ക് ചെയ്യുന്ന പ്രോഗ്രാം നമ്മൾ കണ്ടു. ഇനി അടുത്തത്, റൈറ്റ് ഇൻ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ടു ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ ഫ്രം എ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ്. നമ്മൾ ലാർജസ്റ്റ് നമ്പർ കണ്ടുപിടിക്കുന്ന പ്രോഗ്രാമാണ് എഴുതുന്നത്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എന്താണ്, ഡാറ്റ സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അതിൽ നമ്മൾ കുറച്ച് ഡാറ്റാസ് എൻ്റർ ചെയ്തു. ARR എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിൽ DB, അതിൽ ബൈറ്റ് ഓഫ് മെമ്മറി അലോക്കേറ്റ് ചെയ്തു. അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് 1 4 2 3 9 8 6 7 5 10. ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള നമ്പർ നമുക്ക് കണ്ടുപിടിക്കണം. അതിൻ്റെ ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചു. ARRൻ്റെ ലെങ്ത് കണ്ടുപിടിച്ചു. അത് LE എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തു. ലാർജ് നമ്പർ ഏതാണെന്ന് അറിയില്ല. നമ്മൾ ലാർജ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിനൊരു ബൈറ്റ് ഓഫ് മെമ്മറി അലോക്കേറ്റ് ചെയ്തു. അത് ഏതാണെന്ന് അറിയാത്തതുകൊണ്ട്, അൺഇനീഷ്യലൈസ്ഡ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. നമ്മൾ ഡാറ്റ സെഗ്മെന്റ് എൻഡ് ചെയ്തു.
കോഡ് സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു, അസ്യൂം അതൊക്കെ കൊടുത്തു. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡാറ്റ സെഗ്മെന്റ് ഇനീഷ്യലൈസ് ചെയ്യാൻ. അതിനുശേഷം LEASSIARR, അതായത് ARRന്റെ അഡ്രസ്സ് നമ്മൾ SIയിലോട്ട് ലോഡ് ചെയ്തു, ലോഡ് എഫക്റ്റീവ് അഡ്രസ്. ഓക്കെ, അതിനുശേഷം ARR SOI, അതായത് ഫസ്റ്റ് ലൊക്കേഷനിലുള്ള വാല്യൂ ആയ 1 നമ്മൾ ALലോട്ട് സ്റ്റോർ ചെയ്തു. അതിനെ നമ്മൾ ലാർജ് ആയിട്ട് സെറ്റ് ചെയ്തു. ലാർജിനെ നമ്മൾ ലാർജസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാണ്, അറേയിലുള്ള ആദ്യത്തെ വാല്യൂനെ നമ്മൾ ലാർജസ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തു. അതായത് നിങ്ങൾ സിയില് CPPയില് ജാവ വെച്ചിട്ടൊക്കെ ചെയ്യുന്ന അതേ ലോജിക്കാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. ആകെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് 8086ന്റെ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തിട്ട് ആ ഒരു കൺസെപ്റ്റ് ലോജിക്ക് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ ഓൾറെഡി പഠിച്ച അതേ ലോജിക്ക് തന്നെ 8086ലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ആ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ 8086ന്റെ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യണം. നിങ്ങൾ സി പഠിക്കുമ്പോൾ സിന്നുള്ള കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാം, CPPയിൽ ചെയ്യുമ്പോൾ CPPന്റെ കാര്യങ്ങൾ യൂസ് ചെയ്യും, ജാവ ചെയ്യുമ്പോൾ ജാവയുടെ കുറച്ച് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രോഗ്രാം ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ അതേ ലോജിക്ക് നമ്മൾ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ 8086ന്റെ കൺസ്ട്രക്ട്സ് യൂസ് ചെയ്യും. അതാണ് ഒരു ലോജിക്കാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അത് ഏതിൽ വേണമെങ്കിലും നമുക്ക്, ഏത് പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാം. അത് സി ആവാം, ജാവയാവാം, ഏത് ലാംഗ്വേജും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷെ എന്താണ്, നമുക്ക് ഐഡിയ ഉണ്ടായിരിക്കണം. ഐഡിയ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്തിൽ വേണമെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഐഡിയ ഉണ്ടായിരിക്കണം, പിന്നെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നന്നായി അറിഞ്ഞിരിക്കണം അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് കൺസെപ്റ്റ് അറിയാം, അത് 8086 നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവാണ്. മൂവ് AX നമ്മൾ ചെയ്തു, ഫസ്റ്റ് വാല്യൂ എടുത്തു 1, ARR ഓഫ് SI എന്ന് പറയുന്നത് ARR ഓഫ് I എന്ന് പറയുന്ന പോലെ തന്നെ ARR ഓഫ് SIയിൽ ആദ്യത്തെ എഫക്റ്റീവ് അഡ്രസ് SIയിലുണ്ട്. ദാറ്റ് മീൻസ് ഫസ്റ്റ് 1 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുന്ന എഫക്റ്റീവ് അഡ്രസ് ഇതിലുണ്ട്. ആ എഫക്റ്റീവ് അഡ്രസ് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യും, വാല്യൂ ALലോട്ട് മൂവ് ചെയ്തു. ദാറ്റ് മീൻസ് 1 ഇപ്പോൾ ALലുണ്ട്, അതിനെ നമ്മൾ ലാർജ് ആയിട്ട് സെറ്റ് ചെയ്തു. അതിനുശേഷം കൗണ്ട് നമ്മൾ CXLEN കൗണ്ട് എന്താണ് 10 ആണ്, അത് നമ്മൾ കൗണ്ട് രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്തു. ഓക്കെ, ഇനി നമ്മളൊരു ലൂപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി നമ്മൾ സെക്കൻഡ് നമ്പർ എടുക്കുവാണ്. സെക്കൻഡ് നമ്പർ അല്ല, നമ്മൾ ഫസ്റ്റ് നമ്പർ ലാർജ് ആയിട്ട് സെറ്റ് ചെയ്തു. അതേ ഫസ്റ്റ് നമ്പർ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ALലോട്ട് പിന്നെയും ഒന്നും കൂടെ നമ്മൾ മൂവ് ചെയ്തു. അതായത് ഫസ്റ്റ് നമ്പർ തന്നെ ALലോട്ട് മൂവ് ചെയ്തു. ഇപ്പോൾ ലാർജ് എന്ന് പറയുന്ന വേരിയബിളിൽ 1 ഉണ്ട്, ALൽ ഇപ്പോൾ എന്തുണ്ട്, 1 ഉണ്ട്. ഇനി നമ്മൾ രണ്ടും കമ്പയർ ചെയ്യണം, ALലെ വാല്യൂ ലാർജിലുള്ള വാല്യൂ രണ്ടും കമ്പയർ ചെയ്തു. കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിലും എന്താണുള്ളത്, 1 1 അല്ലേ ഉള്ളത്. ജമ്പ് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ മാത്രമേ ജമ്പ് ചെയ്യുള്ളൂ. JG എന്ന് പറയുന്നത് ജമ്പ് ഗ്രേറ്റർ ദാൻ. ഓക്കെ, ജമ്പ് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ, അതായത് ലാർജിലുള്ള വാല്യൂ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഒരു ചേഞ്ചും നടത്തണ്ട. ഓക്കെ, ഇവിടെ എന്താണ്, രണ്ടും ഗ്രേറ്റർ ദാൻ, അതായത് ലാർജ് ഗ്രേറ്റർ ദാൻ AL അല്ല. ദാറ്റ് മീൻസ് ഇവിടെ എന്ത് ചെയ്തു, നമ്മൾ ALലുള്ള വാല്യൂ ലാർജിലോട്ട് മൂവ് ചെയ്തു. ഓക്കെ, ജമ്പ് ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ മീൻ ചെയ്യുന്നത് ലാർജിൽ ഇപ്പം എന്ത് വാല്യൂ ഉള്ളത്, 1, ALൽ എന്ത് വാല്യൂ ഉള്ളത്, 1, രണ്ടിലും 1 ആണുള്ളത്. ഇപ്പം എന്താണ്, ജമ്പ് ഗ്രേറ്റർ എപ്പോഴാണ് ട്രൂ ആവുക, ലാർജിലുള്ള വാല്യൂ ഗ്രേറ്റർ ദാൻ ALലുള്ള വാല്യൂ ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇപ്പോൾ എന്താണ്, ലാർജിലുള്ള വാല്യൂ ഗ്രേറ്റർ ദാൻ ALലുള്ള വാല്യൂ ആണോ, അല്ല, രണ്ടും ഈക്വൽ ആണ്. രണ്ടും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ജമ്പ് ഗ്രേറ്റർ ദാൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. ജമ്പ് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ നോ ചേഞ്ച് എന്ന് പറയുന്ന ഇതിലോട്ട് നമ്മൾ സ്കിപ്പ് ചെയ്യും, ബാക്കി കാര്യങ്ങൾ ചെയ്യും. ഇവിടെ എന്താണ്, രണ്ടും ഗ്രേറ്റർ ദാൻ അല്ല, 1 ഗ്രേറ്റർ ദാൻ 1 അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ALലുള്ള വാല്യൂ ലാർജിലോട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തു. ഈക്വൽ ആണെങ്കിലും നമ്മളൊന്ന് ഇന്റർചേഞ്ച് ചെയ്തു. അതിനുശേഷം നോ ചേഞ്ച്, ഈ കണ്ടിന്യൂസ് ആയിട്ട് റിലേറ്റീവ് INC ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു, തൊട്ടടുത്ത മെമ്മറി ലൊക്കേഷനിലെത്തി, തൊട്ടടുത്ത മെമ്മറി ലൊക്കേഷൻ നമുക്ക് കിട്ടി. അതിനുശേഷം ഇവിടെ റിപ്പീറ്റ് ചെയ്തു. റിപ്പീറ്റ് ചെയ്തപ്പോൾ തൊട്ടടുത്ത മെമ്മറി ലൊക്കേഷനിൽ 4 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടി. അത് AL എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ട് വന്നു. ഇപ്പോൾ ഇതിലെന്താ ഉള്ളത്, ലാർജിൽ എന്താ ഉള്ളത്, 1 തന്നെയാണുള്ളത്. അപ്പോൾ നമ്മൾ 1ഉം 4ഉം ആണ് കമ്പയർ ചെയ്യുന്നത്. 1 4, 1 ഗ്രേറ്റർ ദാൻ 4 ആണോ, അല്ല, 1 ലെസ് ദാൻ 4 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ALലുള്ള വാല്യൂവിനെ നമ്മൾ ലാർജിലോട്ട് അതായത് അസൈൻ ചെയ്യണം. അത് നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അതായത് ആ ഒരു അസൈൻമെന്റ് ഉണ്ടല്ലോ, അതായത് ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ ചെയ്യുന്ന പരിപാടി. ഇവിടെ ലാർജിന്റെ വാല്യൂ 1 ആണ്, ALലുള്ള വാല്യൂ 4 ആണ്. 1 ഗ്രേറ്റർ ദാൻ 4 അല്ല. ദാറ്റ് മീൻസ് ഇത് സാറ്റിസ്ഫൈ ചെയ്യില്ല. തൊട്ടടുത്ത സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യണം. ദാറ്റ് മീൻസ് ALലുള്ള വാല്യൂ ആയ 4
ലാർജിലോട്ട് വന്നു. ഇപ്പോൾ ലാർജിൽ എന്ത് വാല്യൂ ഉള്ളത് 4 വന്നു. അതിനുശേഷം തൊട്ടടുത്ത മെമ്മറി ലൊക്കേഷൻ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു, ലൂപ്പ് റിപ്പീറ്റ് ചെയ്ത് ഇവിടെ എത്തി. പിന്നെ ARR വാല്യൂ എന്താണ് 2 ആണ്. 2 ALലോട്ട് വന്നു. ഇപ്പോൾ AL 2 ഉണ്ട്, ലാർജിൽ 4 ഉണ്ട്. അപ്പോൾ 4 ഗ്രേറ്റർ ദാൻ 2 ആണല്ലോ. അപ്പോൾ നമ്മൾ ഇതിലോട് മാറ്റം വരുത്തണ്ട, ലാർജിലെ വാല്യൂ ഒരു മാറ്റം വരുത്തണ്ട. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, നോ ചേഞ്ച് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നു. കാരണം അത് ഇന്റർചേഞ്ച് ചെയ്യേണ്ട, 4 ഗ്രേറ്റർ ദാൻ 2 ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണ്ട. മെമ്മറി ലൊക്കേഷൻ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു, ലൂപ്പിലോട്ട് റിപ്പീറ്റ് ലൂപ്പ് ചെയ്തു. ARR വാല്യൂ ഒന്ന് മാറി 3 ആയി. 3 ചെയ്തപ്പോഴും 4 3യും കമ്പയർ ചെയ്തു, 4 ഗ്രേറ്റർ ദാൻ 3 ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് ജമ്പ് ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, നോ ചേഞ്ച് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. തൊട്ടടുത്ത ലൊക്കേഷനിൽ 9 എടുത്തു, ലൂപ്പ് റിപ്പീറ്റ് ചെയ്തു. ഓരോ സമയം ഇങ്ങനെ ചെയ്യുമ്പോഴും ഈ കൗണ്ട് ഇങ്ങനെ ഡിക്രിമെൻറ്റ് ചെയ്ത് വരും കേട്ടോ ഓട്ടോമാറ്റിക്കലി. ഇനി നമ്മൾ 9 എടുത്തു. ഇപ്പോൾ 4 ആണ് ലാർജിലുള്ളത്, 4 ഗ്രേറ്റർ ദാൻ 9 ആണോ? അല്ല, ജമ്പ് ഗ്രേറ്റർ ദാൻ അല്ല. അപ്പോൾ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യണം. ഇപ്പോൾ 9 എങ്ങോട്ടേക്ക് മാറി? ലാർജിലേക്ക് മാറി. ഇപ്പോൾ ലാർജ് എന്ന് പറയുന്ന വേരിയബിൾ എന്ത് വാല്യൂ വന്ന് 9 എന്ന് പറയുന്ന വാല്യൂ വന്നു. അതിനുശേഷം ലൂപ്പ് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു, മെമ്മറി ലൊക്കേഷൻ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു, ലൂപ്പ് റിപ്പീറ്റ് ചെയ്തു. തൊട്ടടുത്ത വാല്യൂ 8 എടുത്തു. അപ്പോൾ ലാർജിൽ 9 ഉണ്ട്, 9ഉം 8ഉം കമ്പയർ ചെയ്യും. 9ഉം 8ഉം കമ്പയർ ചെയ്തു, ജമ്പ് ഗ്രേറ്റർ അല്ല, ജമ്പ് ഗ്രേറ്റർ ആണ്, 9 ഗ്രേറ്റർ ദാൻ 8 ആണ്. നമ്മൾ ഈ ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ട, നമ്മൾ INC ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് തൊട്ടടുത്ത് എടുക്കാം. കാരണം 9ന് ഇന്റർചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല, 9 ആണ് ഗ്രേറ്റർ ദാൻ 8. നമ്മൾ ലൂപ്പ് റിപ്പീറ്റ് ചെയ്തു. പിന്നെ തൊട്ടടുത്ത 6 എടുത്തു. 6 എടുത്തപ്പോഴും 9ഉം 6ഉം കമ്പയർ ചെയ്യൂ, ഗ്രേറ്റർ ദാൻ ആയതുകൊണ്ട് തന്നെ നോ ചേഞ്ചിലേക്ക് പോയി. തൊട്ടടുത്ത മെമ്മറിയിലുള്ള വാല്യൂ എടുത്തു, 7 എടുത്തു. അപ്പോഴും എന്ത് സംഭവിക്കും? 9 ഗ്രേറ്റർ ദാൻ 7 ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട, നോ ചേഞ്ചിലേക്ക് ഡയറക്റ്റ് പോവാം. നമ്മൾ തൊട്ടടുത്ത 5 എടുത്തു. പിന്നെ എന്തെടുത്തു? 9ഉം 5ഉം കമ്പയർ ചെയ്തു. അപ്പോഴും കണ്ടീഷൻ ശരിയാണ്, നോ ചേഞ്ചിലേക്ക് വന്നു. മെമ്മറി ലൊക്കേഷൻ ഇൻക്രിമെൻറ്റ് ചെയ്തു, 10 എടുത്തു. അപ്പോൾ ഓരോ വാല്യൂം SIലുള്ള വാല്യൂ ALലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 10ഉം 9ഉം കമ്പയർ ചെയ്തു. എന്താണ് 9 ഗ്രേറ്റർ ദാൻ അല്ല, അപ്പോൾ നോ ചേഞ്ചിലോട്ട് പോവില്ല, ജമ്പ് ചെയ്യില്ല. ദാറ്റ് മീൻസ് എന്താണ് ALലുള്ള വാല്യൂ ആയി 10 ലാർജിലോട്ട് മൂവ് ചെയ്തു. അതിനുശേഷം മെമ്മറി ലൊക്കേഷൻ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. പിന്നെ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യില്ല, അപ്പോഴേക്ക് കൗണ്ടിൻ്റെ വാല്യൂ 0 ആയിട്ടുണ്ടാവും, CX രജിസ്റ്റർ 0 ആയിട്ടുണ്ടാവും. പിന്നെ ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഫൈനൽ ലാർജ് എന്ന് പറയുന്ന വേരിയബിൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഈ അറയിലുള്ള ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള നമ്പർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ലാർജ് എന്ന് പറയുന്ന വേരിയബിളിൽ നമ്മുടെ ലാർജസ്റ്റ്, ഇനി ലാർജ് എന്ന് പറയുന്ന വേരിയബിൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലാർജസ്റ്റ് ആയിട്ടുള്ള 10 നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണാൻ പറ്റും. നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞു. 4CH വെച്ചു, ഇൻറ്റു 21H എന്ന് പറയുന്ന എക്സിറ്റ് ആണ് കാണിക്കുന്നത്. അതിനുശേഷം കോഡ് സെഗ്മെന്റ് എൻഡ് ചെയ്തു, നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ടും എൻഡ് ചെയ്തു. ഓക്കെ, ഇതാണ് ലാർജസ്റ്റ് നമ്പർ കാണുന്ന പ്രോഗ്രാം. സിമ്പിൾ ആണ്, ജസ്റ്റ് ഒന്നും കൂടെ നോക്കുക, മനസ്സിലാക്കി എടുക്കുക. പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, കാരണം ജസ്റ്റ് ഒരു സിന്ന് ജാവയിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് ആ ഒരു കൺസെപ്റ്റ്സ് അറിയെങ്കിൽ നമുക്കൊന്ന് അതുവഴി ഫെമിലറൈസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ ഇവിടെയും കുറച്ച് കാര്യങ്ങൾ ഫെമിലറൈസ് ചെയ്ത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഓക്കെ, ഇതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ജമ്പ് ഗ്രേറ്റർ ദാൻ. അങ്ങനെയാണെങ്കിൽ നോ ചേഞ്ച് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ജമ്പ് ചെയ്തു, അല്ലെങ്കിൽ തൊട്ടടുത്ത സ്റ്റേറ്റ്മെന്റും കൂടെ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. ഓക്കെ, അതൊക്കെ എന്താണെന്നുള്ള കാര്യമൊക്കെ നോക്കുക. ഈഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് പോലെയാണ്. ഈഫ് ആണെങ്കിൽ എന്താണ്, ഇതാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരും, അല്ലെങ്കിൽ എൽസ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അടുത്തത് സോർട്ട് ചെയ്യുന്ന പ്രോഗ്രാം. അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ടു സോർട്ട് എ ഗിവൺ സെറ്റ് ഓഫ് 8-bit അൺസൈൻഡ് ഇൻറ്റിജർ ഇൻ ടു അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഡാറ്റ സെഗ്മെന്റിൽ നമ്മൾ കുറച്ച് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ സോർട്ട് ചെയ്യേണ്ട വാല്യൂസ്. അതിൻ്റെ ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചു. AR ഓഫ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ലെങ്ത് നമുക്ക് കിട്ടി. LEN എന്ന് പറയുന്ന വേരിയബിളിൽ ലെങ്ത് കിട്ടി. ഡാറ്റ സെഗ്മെന്റ് എൻഡ് ചെയ്തു, കോഡ് സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. ഇത് രണ്ടും ഡാറ്റ സെഗ്മെന്റ് ഇനീഷ്യലൈസേഷൻ ആണ് കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ CXൽ LEN-1, അതായത് എന്താണ് നമ്മൾ സോർട്ട് ചെയ്യുന്ന സമയത്ത് ലെങ്ത് ഒന്ന് മൈനസ് ചെയ്ത് കൊടുക്കുന്നു. ഒരു ലൂപ്പ് കുറച്ച് എക്സിക്യൂട്ട് ചെയ്താൽ മതി. അതുകൊണ്ട് എന്താണ് ഇവിടെ 10 എലമെന്റ് ആണുള്ളതെങ്കിൽ 9 തവണ ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ലെങ്ത് ഇപ്പോൾ എന്താണ് CXലുള്ള വാല്യൂ 9 ആണ്. അതിനുശേഷം ഇവിടെ ഔട്ടർ ഇന്നർ എന്ന് പറയുന്ന സാധനം കണ്ട. ഔട്ടർ ഇന്നർ എന്ന് പറയുന്നത് നമ്മൾ ഔട്ടർ ലൂപ്പും ഇന്നർ ലൂപ്പും കൊടുക്കുന്നില്ലേ? ഔട്ടർ ഫോർ ലൂപ്പും ഇന്നർ ഫോർ ലൂപ്പും ഇല്ലേ? അതായത് ഒരു സോർട്ടിങ് മെക്കാനിസത്തിൽ നിങ്ങൾ ബബിൾ സോർട്ടിൽ 2 ഫോർ ലൂപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നില്ലേ? ഏത് സോർട്ടിംഗ് ആണെങ്കിലും നിങ്ങൾ പെർഫോം ചെയ്യുന്ന സമയത്ത് 2 ഫോർ ലൂപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എന്താണ് ഔട്ടർ എന്ന് പറയുന്ന ഒരു സംഭവം, ഇന്നർ. ഇത് കംപ്ലീറ്റ് ഔട്ടർ ഫോർ ലൂപ്പിലാണ് വരുന്നത്. ഇത് കംപ്ലീറ്റ് ഇന്നർ ഫോർ ലൂപ്പ്. ഇന്നർ ഫോർ ലൂപ്പിന്റെ ഉള്ളിൽ ഇത്രയും കാര്യങ്ങൾ വരുന്നു, ഔട്ടർ ഫോർ ലൂപ്പിൽ ഈ കാര്യങ്ങൾ വരും. ഓക്കെ, അതായത് ഔട്ടർ ഫോറും ഇന്നർ ഫോറും.
ഓക്കെ, ആദ്യം നമ്മൾ അറേയുടെ ഇൻഡെക്സ് രജിസ്റ്റർ എസ് ഐയിലോട്ട് ലോഡ് ചെയ്തു. ഇൻഡെക്സ് അഡ്രസ്സ് ജസ്റ്റ് ബി എക്സിൻ്റെ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്തു. അത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ആവശ്യത്തിനോട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്തു, ബി എക്സിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. ഔട്ട് ഇന്നർ ഫോർ ഇതിൽ കടന്നു, ഇന്നർ ജസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് പോവാണ്. ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു, അത് 1 ആയി മാറി. ഇവിടെ ഇത് ഇപ്പോൾ എത്രയാണ് വരും, 1 2 3 4 5 6 7 8 9 10 ആണുള്ളത്. സി എക്സിൽ 9 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. ഇപ്പോൾ ബി എക്സിൽ 0. ബി എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ 1 ആയി. അതിനുശേഷം നമ്മൾ അറേയിലുള്ള ആദ്യത്തെ 50 എന്ന് പറയുന്ന വാല്യൂ എടുത്തു, അത് എയിലോട്ട് മാറി. പിന്നെ തൊട്ടടുത്ത വാല്യൂയും കൂടി എടുക്കണ്ടേ, അപ്പോൾ INC ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു, മെമ്മറി ലൊക്കേഷൻ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. തൊട്ടടുത്ത നമ്പർ പോയിന്റ് ചെയ്തിരിക്കുന്ന മെമ്മറി ലൊക്കേഷൻ കിട്ടി. നമുക്ക് 12 എന്ന് പറയുന്ന ARR of SI തൊട്ടടുത്ത നമ്പർ എയിലോട്ട് തൊട്ടടുത്ത നമ്പർ നമ്മൾ എടുത്തു. ARR of SI എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത നമ്പർ നമുക്ക് കിട്ടി. അതും ആ തൊട്ടടുത്ത നമ്പർ ഇപ്പോൾ ആ മെമ്മറിയിലുണ്ട്. അതും AL നമ്മൾ ഓൾറെഡി മൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന 50 എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ 15ഉം ഇതിവിടെ ഡയറക്റ്റ് കമ്പാരിസൺ നടക്കുന്നത്, വേറെ രജിസ്റ്ററിലൊന്നും മൂവ് ചെയ്തില്ല. ആദ്യത്തെ വാല്യൂ നമ്മൾ AL എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്തു. സെക്കൻഡ് വാല്യൂ ഇവിടെ തന്നെ ARR എന്ന് പറയുന്ന ആ ഒരു അറയിൽ തന്നെ, അറയുടെ മെമ്മറിയിൽ തന്നെ ഇവിടെ കാണിച്ചു. അപ്പോൾ 15ഉം 12ഉം കമ്പയർ ചെയ്തു. ഓക്കെ, 15ഉം 12ഉം കമ്പയർ ചെയ്തിട്ട് ജമ്പ് ഈക്വൽ ആണെങ്കിൽ, രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്താണ്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് JB എന്ന് പറയുന്നത്. ജമ്പ് ഈക്വൽ എന്നുള്ള ഒരു ഇതാണ് ഇവിടെ കൊടുക്കുന്നത്, JB. ഓക്കെ, ജമ്പ് ഈക്വൽ ആണെങ്കിൽ രണ്ടും ഈക്വൽ ആണ്. രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്താണ്, സ്കിപ്പ് ചെയ്യുക. സ്കിപ്പ് ചെയ്തിട്ട് ഇവിടത്തോട്ട് വന്നു, സ്കിപ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നു. നമ്മൾ എന്ത് ചെയ്തു, BXും CXും തമ്മിൽ കമ്പയർ ചെയ്തു. BXിൻ്റെ വാല്യൂ 1 ആണ്, CXിൻ്റെ വാല്യൂ ഇവിടെ 9 ആണ്. രണ്ടും കമ്പയർ ചെയ്തു. കമ്പയർ ചെയ്തിട്ട് ഈക്വൽ ആണ്, അതായത് BXിൻ്റെ വാല്യൂ ലെസ് ദാൻ അല്ലേ, ഇവിടെ കമ്പയർ ചെയ്തു. BXിൻ്റെ വാല്യൂ 1 ആണ്, CXിൻ്റെ വാല്യൂ 9 ആണ്. 1 ലെസ് ദാൻ 9 അല്ലേ, കണ്ടീഷൻ ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ജമ്പ് ലെസ് ദാൻ ആണെങ്കിൽ ഇന്നർ ലൂപ്പ് ഒന്നും കൂടെ എക്സിക്യൂട്ട് ചെയ്യും. ഈ BX രജിസ്റ്റർ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നർ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് BX രജിസ്റ്റർ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഐയുടെ വാല്യൂ ഔട്ടർ ഫോർ ലൂപ്പിൽ നമ്മൾ ഐയും യൂസ് ചെയ്യും, ഇന്നർ ഫോർ ലൂപ്പിൽ നമ്മൾ ജെയും യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അതേ ഒരു ഫംഗ്ഷനാണ്. ഔട്ടർ ഫോർ ലൂപ്പിൽ നമ്മൾ CXും യൂസ് ചെയ്തു, ഇന്നർ ഫോർ ലൂപ്പിൽ നമ്മൾ ജെക്ക് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്തു, BXും യൂസ് ചെയ്തു. അപ്പോൾ നമ്മൾ BXിൻ്റെ വാല്യൂ 1 ആയി മാറി. ഓക്കെ, BXിൻ്റെ വാല്യൂ 1 ആണ്. 1 ലെസ് ദാൻ 9 ആണ്, കണ്ടീഷൻ ശരിയാണ്. അപ്പോൾ നമ്മൾ ജമ്പ് ലെസ് ദാൻ ആണ്. നമ്മൾ ഇന്നർ ലൂപ്പിൽ ഒന്നും കൂടെ കടന്നു. നമ്മൾ BXിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. അതിനുശേഷം 12ഉം ഇപ്പോൾ മെമ്മറി ലൊക്കേഷൻ എവിടെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്, 12 എന്ന് പറയുന്ന ഇവിടേക്കാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. 12ൻ്റെ വാല്യൂയിലാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. ആ 12 നമ്മൾ ഇതിലോട്ട് മൂവ് ചെയ്തു. ഓക്കെ, ഇവിടെ ഒരു അസെൻഡിങ് ഓർഡറിൽ സോർട്ടിങ് അല്ലേ. ഓക്കെ, ജമ്പ് നോട്ട് ഈക്വൽ ആണെങ്കിലാണ് സ്കിപ്പ് ചെയ്യുന്നത്. അവിടെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ മുതൽ ഒന്നും കൂടെ നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഔട്ടർ ഫോർ, അതായത് അറേയുടെ അഡ്രസ്സ് SIയിലോട്ട് ലോഡ് ചെയ്തു. BXിൻ്റെ വാല്യൂ 0 ആയിട്ട് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു. അതിനുശേഷം നമ്മൾ BXിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. ഫസ്റ്റ് മെമ്മറിയിലെ വാല്യൂ 15 നമ്മൾ ALലോട്ട് സ്റ്റോർ ചെയ്തു. അതിനുശേഷം INC ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. മെമ്മറി ലൊക്കേഷൻ ഇൻക്രിമെൻറ്റ് ചെയ്തപ്പോൾ നമ്മുടെ തൊട്ടടുത്ത വാല്യൂ ആയി 12 കിട്ടി. ഓക്കെ, 12 കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, രണ്ടും കമ്പയർ ചെയ്തു. ഇപ്പോൾ ALലെ വാല്യൂ എന്ന് പറയുന്നത് 15ഉം ഈ മെമ്മറിയിലുള്ള വാല്യൂ 12 ആണ്. രണ്ടും ഈക്വൽ അല്ല, അതായത് നോട്ട് ഈക്വൽ ആണ്. അതായത് ജമ്പ് നോട്ട് ഈക്വൽ ആണ്, അതായത് ജമ്പ് ഈക്വൽ ആണെങ്കിൽ മാത്രമേ സ്കിപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഇത് നോട്ട് ഈക്വൽ ആണ്. നോട്ട് ഈക്വൽ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതായത് ഒന്ന് ഗ്രേറ്ററും ഒന്ന് ലെസ് ദാനും. അപ്പോൾ നമ്മളത് എക്സ്ചേഞ്ച് ചെയ്തു. ആ എക്സ്ചേഞ്ച് ചെയ്ത്, അതായത് 12നെ ഇപ്പുറത്തോട്ടും 15നെ ഇപ്പുറത്തോട്ടും മാറ്റി. അതാണ് ഇവിടെ നടക്കുന്നത്. ALലുള്ള വാല്യൂ SIയിലോട്ടും വന്നു, SIയിലുള്ള ഈ മെമ്മറി ലൊക്കേഷനുള്ള വാല്യൂ ALലോട്ടും വന്നു. XCHG എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക, ഇന്റർചേഞ്ചിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഇത് പരസ്പരം ഇങ്ങോട്ട് ഇന്റർചേഞ്ച് ചെയ്തു. 12 ഇങ്ങോട്ടും 15 ഇങ്ങോട്ടും മാറി. ഓക്കെ, ദാറ്റ് മീൻസ് ALലുള്ള വാല്യൂ, ALൽ 15 ഉണ്ട്, അത് ഏത് മെമ്മറി ലൊക്കേഷനിലോട്ട് വന്നു, ഈ പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിലോട്ട് വന്നു. ഈ മെമ്മറി ലൊക്കേഷനിലുള്ള വാല്യൂ ALലോട്ടും വന്നു. ഓക്കെ, ALലോട്ടും വന്നു. ഇനി എന്താ ചെയ്യേണ്ടത്, ALലുള്ള വാല്യൂ ഈ മെമ്മറി ലൊക്കേഷനിലോട്ടാണ് മൂവ് ചെയ്യേണ്ടത്. മെമ്മറി ലൊക്കേഷൻ ഇന്റർചേഞ്ച് ചെയ്യണം. ഓൾറെഡി 15 ഈ 12 ഉള്ള മെമ്മറി ലൊക്കേഷനിലോട്ട് വന്നു. 15 ഈ 12 ഉള്ള മെമ്മറി ലൊക്കേഷനിലോട്ട് വന്നു.
പക്ഷേ ഈ മെമ്മറി ലൊക്കേഷനിലെ 12 എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ടാണ് മൂവ് ചെയ്ത്. അതല്ല വേണ്ടത്, എൽ രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യണം, ഈ മെമ്മറി ലൊക്കേഷനിലോട്ട് മാറ്റണം. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്, മെമ്മറി ലൊക്കേഷനിലോട്ട് മാറ്റുന്നത്. എയിലുള്ള വാല്യൂ SI-1 ഈ മെമ്മറി ലൊക്കേഷനിലോട്ട് പോകും. ദാറ്റ് മീൻസ് 12 ഈ മെമ്മറി ലൊക്കേഷനിലോട്ട് വന്നു, 15 ഈ മെമ്മറി ലൊക്കേഷനിലോട്ട് വന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, BXും CXും കമ്പയർ ചെയ്തു. കമ്പയർ ചെയ്തിട്ട് ലെസ് ദാൻ ആണ് BXന്റെ വാല്യൂ, 1 ലെസ് ദാൻ 9 ആണ്. നമ്മൾ ഈ ലൂപ്പ് പിന്നെയും എക്സിക്യൂട്ട് ചെയ്യും. BXന്റെ വാല്യൂ ഒന്നും കൂടെ കൂടി, അതിനുശേഷം തൊട്ടടുത്ത മെമ്മറി ലൊക്കേഷനിൽ ഇപ്പോൾ 12 15 ആയി. ഇങ്ങനെ ഇത് എക്സിക്യൂട്ട് ചെയ്ത് നമ്മൾ ബബിൾ സോർട്ട് ചെയ്യുന്ന മാതിരി ലാസ്റ്റ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ഇവിടെ വന്ന് നിൽക്കും, ഏറ്റവും ലാർജസ്റ്റ് പൊസിഷനിൽ വന്ന് നിൽക്കും. അതാണ് ഇന്നർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്ക് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ BXന്റെ വാല്യൂ ഇത് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യും, BXന്റെ വാല്യൂ 9 ആവുന്നത് വരെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, BX 9 ആവുന്നത് വരെ ഇത് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം BXും ഈ കമ്പാരിസൺ ഇവിടെ തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നെ ഇന്നർ ലൂപ്പിലേക്ക് പോവില്ല. പിന്നെ എന്താണ്, BXന്റെ വാല്യൂ 10 ആയി എന്ന് വെച്ചോ, 10 ഗ്രേറ്റർ ദാൻ CX അല്ലേ, അപ്പോൾ ജമ്പ് L എന്ന് പറയുന്നത് ലെസ് ദാൻ എന്ന് പറയുന്ന കണ്ടീഷൻ, JL എന്ന് പറയുന്നത് ജമ്പ് ലെസ് ദാൻ ആണ്. ഇതൊക്കെ ഓൾറെഡി ഞാൻ ആ ടേബിളിൽ തന്നിട്ടുണ്ട്, JL എന്ന് പറയുന്നത്. അപ്പോൾ ജമ്പ് ലെസ് ദാൻ ആകുമ്പോൾ എന്താണ്, പിന്നെ ഇന്നർ ലൂപ്പിലേക്ക് പോവില്ല. ഇപ്പോൾ ജമ്പ് ഗ്രേറ്റർ ദാൻ ആയി, BXലെ വാല്യൂ 10 ആയി, മറ്റേതിൽ CXൽ 9 ആണുള്ളത്. അപ്പോൾ ഇത് അതായത് ഇന്നർ ലൂപ്പിലേക്കല്ല പിന്നെ പോവുക, പിന്നെ എന്താണ് ഔട്ടർ ലൂപ്പിലേക്ക് പോയി, പിന്നെയും നമ്മൾ ഔട്ടർ ഫോർ ലൂപ്പിലേക്ക് വന്നു. പിന്നെയും എന്ത് ചെയ്യും, ഫസ്റ്റ് വാല്യൂ മാത്രമാണ് ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ ആണ് ഏറ്റവും ലാർജസ്റ്റ് ഫൈനൽ പൊസിഷനിൽ വന്ന് നിന്നത്. ഇനി നമ്മൾ അടുത്ത് എന്ത് ചെയ്യും, അടുത്ത വാല്യൂ എടുക്കും, അടുത്ത സ്റ്റാർട്ടിങ് മുതലേ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഏറ്റവും അടുത്ത സെക്കൻഡ് ലാർജസ്റ്റ് ഏറ്റവും ലാർജസ്റ്റ് പൊസിഷനിൽ വന്ന് നിൽക്കും. ഇതിങ്ങനെ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ അസെൻഡിങ് ഓർഡറിലാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ രീതിയിൽ പോവുക. ഡിസെൻഡിങ് ഓർഡറിലാണെങ്കിൽ ചെറിയൊരു വ്യത്യാസം മാത്രം വരുത്തുക. ഇവിടെ ജമ്പ് JBക്ക് പകരം സ്കിപ്പ് ചെയ്യാത്ത രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുക. ഇത് നമ്മൾ ബബിൾ സോർട്ടിന്റെ അതേ കൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. ഇന്നർ ഫോർ ലൂപ്പ്, ഔട്ടർ ഫോർ ലൂപ്പും വരുന്നുണ്ട്, ഇന്നർ ഫോർ ലൂപ്പും വരുന്നുണ്ട്. ഓക്കെ, ഔട്ടർ ഫോർ ലൂപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് J എന്ന് പറയുന്ന വേരിയബിൾ ആണ് BX എന്ന് പറയുന്ന വേരിയബിൾ ആയിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്ത്, CX എന്ന് പറയുന്നത് ഔട്ടർ ഫോർ ലൂപ്പിന്റെ വേരിയബിൾ ആയ I ആയിട്ട് നമ്മൾ യൂസ് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഓരോ കമ്പാരിസണുമാണ്. ഇന്നർ ലൂപ്പിലെ ഓരോ കമ്പാരിസൺ, ഫോർ ലൂപ്പിൽ അതേ കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. ഓരോ വാല്യൂ എടുത്തു കമ്പാരിസൺ ഈ കണ്ടീഷനാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അതുപോലെ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നില്ലേ, ഒരു ടെമ്പററി വേരിയബിൾ ഒക്കെ ചെയ്തിട്ട്. ഇവിടെ ടെമ്പററി വേരിയബിൾ ഒന്നും വേണ്ട, രണ്ട് വാല്യൂസും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ട് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാം. പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തതിന് ശേഷം ഒന്ന് മെമ്മറി ലൊക്കേഷനിലാണ് പോകുന്നത്, ഒന്ന് AL എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ടാണ്. പക്ഷെ നമ്മൾ മെമ്മറി ലൊക്കേഷനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, SI-1 തൊട്ടടുത്ത ലൊക്കേഷനിലോട്ട് അതിനെ പോയിന്റ് ചെയ്തിട്ട് മൈനസ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് മാറ്റും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ അതേ ഫോർ ലൂപ്പ്, അതായത് നമ്മൾ അതേ സോർട്ടിങ് തന്നെയാണ് സിയിൽ ചെയ്തിരിക്കുന്നത്, അതേ സോർട്ടിങ് ആണ് ഇന്നർ ഫോർ ലൂപ്പും ഔട്ടർ ഫോർ ലൂപ്പും വെച്ചിട്ട് അതേ കൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കുക ഈ ഒരു സംഭവം. എന്നാൽ അതിനുശേഷം എന്ത് ചെയ്യുക, JB എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കുക, ആ ടേബിളിലുണ്ട്. JL എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കുക. നേരത്തെ ഇതിൽ G ഉണ്ടായിരുന്നു, ഗ്രേറ്റർ ദാൻ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് നോക്കുക. ബാക്കിയൊക്കെ ഒരുപോലെ നിങ്ങൾക്ക് മനസ്സിലാവും, പക്ഷെ ഒന്ന് ഇരിക്കണം എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കണം. കുറച്ച് ഈ ഒരു സംഭവം മനസ്സിലാക്കിയാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇതെങ്ങനെ എക്സ്ചേഞ്ച് ഓപ്പറേഷനൊക്കെ നമ്മൾ ചെയ്തതാണ്. ഇത് സിയിൽ അതേ കോഡ് എഴുതി നോക്കുക, അതെങ്ങനെ ഇതിലേക്ക് വരുന്നു എന്ന് നോക്കുക. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരുവിധം ഞാനിത് ഈ ഒരു എക്സിക്യൂഷൻ ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എക്സിക്യൂഷനിൽ എന്താണ്, ഫസ്റ്റ് ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് നമ്പർ, ഏറ്റവും വലിയ നമ്പർ നമ്മളെ അറയിൽ വന്നു നിന്നിട്ടുണ്ടാവും. ഏറ്റവും ലാർജസ്റ്റ് പൊസിഷനിൽ വന്നു നിന്നിട്ടുണ്ടാവും. തൊട്ടടുത്ത ലൊക്കേഷൻ ഇതാകുമ്പോഴേക്ക് തൊട്ടടുത്ത സെക്കൻഡ് ലാർജസ്റ്റ് വന്നു നിന്നിട്ടുണ്ടാവും. അങ്ങനെയാണല്ലോ നമ്മൾ ബബിൾ സോർട്ട് ചെയ്തത്. അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മൾ പാലിയൻഡ്രോം ചെക്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ടു ചെക്ക് വെദർ എ സ്ട്രിങ് ഈസ് പാലിയൻഡ്രോം ഓർ നോട്ട്. ഓക്കെ, ഇത് വളരെ ബേസിക് ആയിട്ട് മാത്രമാണ് ചെയ്യുന്നത് വളരെ ബേസിക് ആയിട്ട് മാത്രമാണ് ചെയ്യുന്നുള്ളൂ. കാരണം മനസ്സിലാക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇവിടെ STR എന്ന് പറയുന്ന സ്ട്രിങ്ങിൽ ഞാനൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട്, നിതിൻ. STR2 നിതിൻ. സാധാരണ കേസിൽ നമ്മളൊരു വാല്യൂ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്തിട്ട് അതിനെ റിവേഴ്സ് കണ്ടിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അതൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, രണ്ട് സ്ട്രിങ് ഈക്വൽ ആണോ എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ എന്താണ്, STR1 ഞാൻ നിതിൻ കൊടുത്തു, STR2 നിതിൻ കൊടുത്തു. ഇതെന്താണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വായിക്കുമ്പോഴും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വായിക്കുമ്പോഴും സെയിം ആണ്. ഓക്കെ, നിതിൻ എന്ന് പറയുന്നത് രണ്ടും
ഇത് പാലിയൻഡ്രോം ആയിട്ട് വരുന്ന ഒരു സ്ട്രിങ് ആണ്. ഓക്കെ, ഇനി വേണമെങ്കിൽ നോട്ട് പാലിയൻഡ്രോം കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വേറൊരു സ്ട്രിങ് കൊടുത്താൽ മതി. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ സ്ട്രിങ് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. വളരെ ബേസിക് ആയിട്ടുള്ള രൂപത്തിൽ മാത്രമേ ചെയ്ത് കാണിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ സ്ട്രിങ് 1 നിതിൻ എന്ന് പറയുന്ന ഒരു അതായത് സ്ട്രിങ് ഉണ്ട്. str2 നിതിൻ എന്ന് പറയുന്ന വേറൊരു സ്ട്രിങ് ഉണ്ട്. ഓക്കെ, ഇനി മെസ്സേജ് 1 എന്ന് പറയുന്നതിൽ സ്ട്രിങ് ഈസ് നോട്ട് പാലിയൻഡ്രോം എന്ന് പറയുന്ന ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. മെസ്സേജ് 2 എന്ന് പറയുന്ന വേരിയബിളിൽ സ്ട്രിങ് ഈസ് എ പാലിയൻഡ്രോം എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങും സ്റ്റോർ ചെയ്തു. ഇനി അതിനുശേഷം ഒരു മാക്രോ ഞാൻ കൊടുത്തിട്ടുണ്ട്. മാക്രോ എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാം. ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് മാക്രോ? ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ മാക്രോ ഓരോ തവണ ചെറിയൊരു കോഡ് മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ. 2-3 സ്റ്റെപ്പുള്ള ഇൻസ്ട്രക്ഷനുള്ള കോഡാണ്. അങ്ങനെയുള്ള കേസിലൊക്കെ നമ്മൾ മാക്രോ ആണ് യൂസ് ചെയ്യുക. കാരണം മറ്റെന്താണ്, പ്രൊസീജിയറിൽ ചെറിയ 2-3 ഇൻസ്ട്രക്ഷനുള്ള ടു ഷോർട്ട് ആയിട്ടുള്ള കോഡൊന്നും നമുക്ക് പ്രൊസീജിയർ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കേസിലൊക്കെ നമ്മൾ മാക്രോ ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മാക്രോയിലൊരു കോഡ് എഴുതിയിട്ടുണ്ട്. AH,9 എന്ന് പറയുന്നത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. *21h LEI 3 കമാൻഡും നമ്മൾ സ്ക്രീനിലോട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്രോ എൻഡ് ചെയ്ത് കാണിച്ചു. ഇനി കോഡ് സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. ഇത് ഡാറ്റ സെഗ്മെന്റ് ഇനീഷ്യലൈസേഷൻ ചെയ്തു. അതിനുശേഷം str1 si, str1ൽ എന്താ ഉള്ളത്? നിതിൻ എന്ന് പറയുന്ന വാല്യൂ ആണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അത് ഒരു സ്ട്രിങ് ആണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ആ സ്ട്രിങ്ങിന്റെ അഡ്രസ് ആണ് SIയിലോട്ട് ലോഡ് ചെയ്യുന്നത്. ഓക്കെ, str2 എന്ന് പറയുന്ന സ്ട്രിങ്ങിന്റെ അഡ്രസ്സ് DIയിലും സ്റ്റോർ ചെയ്തു. ഓക്കെ, str1ന്റെ അതായത് എഫക്റ്റീവ് അഡ്രസ്സ് ഇതിലോട്ട് ലോഡ് ചെയ്തു? SIയിൽ ലോഡ് ചെയ്തു. str2ന്റെ അഡ്രസ്സ് DIയിൽ സ്റ്റോർ ചെയ്തു. ഇനി എന്ത് ചെയ്തു? ഇവിടെ നോക്കില്ല, DI4 അതായത് ആഡ് DI4 എന്ന് ചെയ്തത് ഒന്നുമില്ല. ഇപ്പൊ എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? DIയിലോട്ട് എന്താ ലോഡ് ചെയ്ത് വന്നിട്ടുള്ളത്? str2ന്റെ സ്റ്റാർട്ടിങ് അഡ്രസ് ആണ് ലോഡ് ചെയ്തത്. അതിൻ്റെ കൂടെ 4 ആഡ് ചെയ്തു. കാരണം നിതിൻ എന്ന് പറയുന്നത് ഒരു 5 ക്യാരക്ടറുള്ള സ്ട്രിങ് ആണ്. ഡയറക്റ്റ് കൊടുത്താണോ കേട്ടോ, ഡയറക്റ്റ് കൊടുത്തു. അപ്പോൾ ലാസ്റ്റ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഓക്കെ, സ്ട്രിങ് 2ൽ എന്താണുള്ളത്? നിതിൻ ആണുള്ളത്. അതിൻ്റെ ലാസ്റ്റ് പൊസിഷൻ നമുക്ക് കിട്ടണം. അങ്ങനെയല്ലേ നമ്മൾ പാലിയൻഡ്രോം ചെക്ക് ചെയ്യുന്നത്? ലാസ്റ്റും ആദ്യത്തെ ഫസ്റ്റും അങ്ങനെയല്ലേ ചെക്ക് ചെയ്യുന്നത്? ഓക്കെ, ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു പ്രോഗ്രാമിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിങ് 1ൻ്റെ ഫസ്റ്റും സ്ട്രിങ് 2ൻ്റെ ലാസ്റ്റും കമ്പയർ ചെയ്യും. സ്ട്രിങ് 1ൻ്റെ സെക്കൻഡും രണ്ടാമത്തെ സ്ട്രിങ്ങിൻ്റെ തൊട്ടടുത്ത സെക്കൻഡ് ലാർജസ്റ്റും സെക്കൻഡ് മോസ്റ്റ് ഇങ്ങോട്ടുള്ള സ്ട്രിങ്ങും പിന്നെ സ്ട്രിങ് 1ൻ്റെ ടിയും സ്ട്രിങ് 2ൻ്റെ ഇവിടെയുള്ള വാല്യൂം. ഇതിങ്ങനെ ഇവിടുന്ന് സ്ട്രിങ് 1 ഇവിടുന്ന് ഇങ്ങോട്ട് പോകും. സ്ട്രിങ് 2 ഇവിടുന്ന് ഇങ്ങോട്ട് പോകും. ഓക്കെ, അപ്പോൾ എന്താണ്? ഇതെല്ലാം ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇങ്ങനെയുള്ള കമ്പാരിസൺ അല്ല ഇവിടെ നടക്കുന്നത്. എന്നും ഐയും ടിയും ഐയും എന്നും എല്ലാം കമ്പയർ ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണ് പാലിയൻഡ്രോം ആണെന്ന് ചെക്ക് ചെയ്യുന്നത്? ഈ രണ്ട് സ്ട്രിങ് പാലിയൻഡ്രോം ആണ്, രണ്ടും ഒരുപോലെയാണെന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ സ്ട്രിങ്ങിന്റെ ഫസ്റ്റുള്ള വാല്യൂം രണ്ടാമത്തെ സ്ട്രിങ്ങിന്റെ ലാസ്റ്റ് ക്യാരക്ടറും കമ്പയർ ചെയ്യും, ഈക്വൽ ആണോ നോക്കും. പിന്നെ ഫസ്റ്റ് സ്ട്രിങ്ങിന്റെ സെക്കൻഡ് ക്യാരക്ടറും ലാസ്റ്റ് സ്ട്രിങ്ങിന്റെ തൊട്ട് അടുത്തുള്ള അത് ലാസ്റ്റിന്റെ തൊട്ടിപ്പുറത്തുള്ള ക്യാരക്ടറും പിന്നെ ഫസ്റ്റ് സ്ട്രിങ്ങിന്റെ തേർഡ് ക്യാരക്ടറും ലാസ്റ്റ് സ്ട്രിങ്ങിന്റെ ഇവിടുന്ന് റൈറ്റ് മോസ്റ്റ് തേർഡ് ക്യാരക്ടറും ആദ്യത്തെ സ്ട്രിങ്ങിന്റെ ഫോർത്ത് ക്യാരക്ടറും രണ്ടാമത്തെ സ്ട്രിങ്ങിന്റെ റൈറ്റ് മോസ്റ്റ് എന്നുള്ള ഫോർത്ത് ക്യാരക്ടറും ഈക്വൽ ആണോ നോക്കും. ഓക്കെ, ഇനി അടുത്തത് സ്ട്രിങ് 1ന്റെ ലാസ്റ്റ് ക്യാരക്ടറും സ്ട്രിങ് 2ന്റെ ഫസ്റ്റ് ക്യാരക്ടറും ഈക്വൽ ആണോ നോക്കും. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് സ്ട്രിങ്ങും പാലിയൻഡ്രോം ആണെന്ന് നമ്മൾ പറയും. അതാണ് ഇവിടെ ഈ പ്രോഗ്രാം വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സ്ട്രിങ് 1ന്റെ എഫക്റ്റീവ് അഡ്രസ്സ് സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് SIയിലോട്ട് സ്റ്റോർ ചെയ്യും. ദാറ്റ് മീൻസ് എവിടെയാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിന്റെ അഡ്രസ്സ് കിട്ടി. str2ൽ എന്താ കിട്ടിയിരിക്കുന്നത്? രണ്ടാമത്തെ സ്ട്രിങ്ങിന്റെ സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ്സ് കിട്ടി. ഇനി നമുക്ക് ഏതാ കിട്ടേണ്ടത്? ലാസ്റ്റ് അഡ്രസ്സായ ഇതാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇതെന്ത് ചെയ്യണം? ഇതിന്റെ കൂടെ ഇപ്പൊ കിട്ടിയിരിക്കുന്ന അഡ്രസ്സ് 1000 ആണെങ്കിൽ ലാസ്റ്റ് എന്തായിരിക്കും? 1004 അല്ലേ? അതിന്റെ കൂടെ 4 ആഡ് ചെയ്തു. 4 ആഡ് ചെയ്തപ്പോൾ ഇപ്പൊ DI എന്ന് പറയുന്ന രജിസ്റ്ററിൽ എന്ത് അഡ്രസ്സാണ് ഉള്ളത്? 1004 എന്ന് പറയുന്ന അഡ്രസ്സാണ് കിട്ടിയിരിക്കുന്നത്. ലാസ്റ്റ് അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അതാണ് ഇവിടെ ചെയ്തത്. ഇനി നമ്മൾ കൗണ്ട് 5 ആയിട്ട് സെറ്റ് ചെയ്തു. കാരണം ഒരു 5 ക്യാരക്ടർ സ്ട്രിങ് ആണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ കൗണ്ട് നമ്മൾ 5 ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? SIയിലുള്ള വാല്യൂ ALലോട്ട് സ്റ്റോർ ചെയ്യും. SIയിലുള്ള വാല്യൂ എന്താണ്? ഇപ്പോൾ N ആണുള്ളത്, അത് ALലോട്ട് സ്റ്റോർ ചെയ്യും. ഇനി എന്ത് ചെയ്തു? ALലുള്ള വാല്യൂ N ആണ്. അതിന് എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ഓഫ് DI എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനുള്ള വാല്യൂ. DI എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ ഇപ്പോൾ ഏതാണ്? 1004 ആണെങ്കിൽ 1004ൽ എന്താണുള്ളത്? ഇപ്പോൾ
ഈ രണ്ടാമത്തെ സ്ട്രിങ്ങിന്റെ ലാസ്റ്റ് ക്യാരക്ടർ, അത് രണ്ടും കമ്പയർ ചെയ്തു. രണ്ടും കമ്പയർ ചെയ്തിട്ട് രണ്ടും നോട്ട് ഈക്വൽ ആണെങ്കിൽ, ഓക്കെ, നോട്ട് ഈക്വൽ ആണെങ്കിൽ ഫസ്റ്റ് ബിറ്റ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തപ്പോൾ നോട്ട് ഈക്വൽ ആണെങ്കിൽ നോട്ട് പാലിയൻഡ്രോം ആണല്ലോ. അപ്പൊ നോട്ട് പാലിയൻഡ്രോം എന്ന് പറയുന്ന ലാബിൽ എവിടെയാണോ എഴുതിയിരിക്കുന്നത് അവിടത്തോട്ട് പോകും. അവിടത്തോട്ട് പോയിട്ട് എന്ത് ചെയ്യും, ഡിസ്പ്ലേ മെസ്സേജ് 1 എന്ന് പറയും. ഡിസ്പ്ലേ മെസ്സേജ് 1 എന്താ ഉള്ളത്, സ്ട്രിങ് ഈസ് നോട്ട് പാലിയൻഡ്രോം എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണുള്ളത്. ആ മെസ്സേജ് 1 ഡിസ്പ്ലേ എന്ന് പറയുന്ന മാക്രോനെ കോൾ ചെയ്തു. കോൾ ചെയ്യുന്നതിന്റെ കൂടെ പാസ് ചെയ്യുന്ന പാരാമീറ്റർ എന്താണ്, MSG1 എന്ന് പറയുന്ന പാരാമീറ്റർ ആണ് പാസ് ചെയ്യുന്നത്. അത് പാസ് ചെയ്ത് കൊടുക്കും. സ്ട്രിങ് ഈസ് നോട്ട് പാലിയൻഡ്രോം എന്ന് പറയുന്ന മെസ്സേജ് പാരാമീറ്റർ പാസ് ചെയ്ത് കൊടുക്കും. ഈ മാക്രോന്റെ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് നമ്മുടെ സ്ക്രീനിൽ എന്താ പ്രിന്റ് ചെയ്ത് വരിക, സ്ട്രിങ് ഈസ് നോട്ട് പാലിയൻഡ്രോം എന്ന് പറയുന്ന മെസ്സേജ് പ്രിന്റ് ചെയ്ത് വരും. ഇനി അല്ല, ഇത് ഈക്വൽ ആണെങ്കിൽ DEC ഡിക്രിമെന്റ് ചെയ്യും. ദാറ്റ് മീൻസ് ഈ മെമ്മറി ലൊക്കേഷൻ 1000 നിന്ന് 1003ലേക്ക് വന്നു. INC SI എന്ത് ചെയ്തു, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. ഓക്കെ, SIയിലാണ് ഫസ്റ്റ് സ്ട്രിങ്ങിൽ ആദ്യത്തെ ലൊക്കേഷൻ, തൊട്ടടുത്ത I കിട്ടി. അതിനുശേഷം എന്ത് ചെയ്തു, ലൂപ്പ് പിന്നെ എക്സിക്യൂട്ട് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, SIയിലുള്ള ലൊക്കേഷനിൽ ഇപ്പം എന്താ ഉള്ളത്, I നമ്മൾ എങ്ങോട്ടേക്ക് പോയി, ALലോട്ട് സ്റ്റോർ ചെയ്തു. ഇപ്പൊ DI എവിടെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്, ഈ Iയിലാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. അത് രണ്ടും കമ്പയർ ചെയ്തു. രണ്ടും ഈക്വൽ ആണ്. ഈക്വൽ ആകുന്നത് കൊണ്ട് തന്നെ പിന്നെയും മെമ്മറി ലൊക്കേഷൻ DI ഡിക്രിമെന്റ് ചെയ്തു, SI ഇൻക്രിമെന്റ് ചെയ്തു. എന്താണ് ഇവിടെ ഇങ്ങോട്ടല്ല ഇങ്ങനെ പോകുന്നത്, ഇത് ഇൻക്രിമെന്റ് ചെയ്തു, ഇതെന്ത് ചെയ്യും, ഡിക്രിമെന്റ് ചെയ്തു. അതാണ് ഇവിടെ ചെയ്യുന്നത്. 5 ക്യാരക്ടറും കമ്പയർ ചെയ്ത് കഴിയുമ്പോഴേക്ക് 5 ക്യാരക്ടറും കമ്പയർ ചെയ്തിട്ട് നോട്ട് ഈക്വൽ ഒന്നും അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, CXന്റെ കൗണ്ട് 0 ആവും. ഈ ലൂപ്പ് എക്സിറ്റ് ആവും. ലൂപ്പ് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ ഒബിയസ്ലി എന്ത് എക്സിക്യൂട്ട് ചെയ്യും, ഡിസ്പ്ലേ മെസ്സേജ് 2, തൊട്ടടുത്ത സ്റ്റേറ്റ്മെന്റ് ആയി ഡിസ്പ്ലേ മെസ്സേജ് 2 എക്സിക്യൂട്ട് ചെയ്യും. മെസ്സേജ് 2ൽ എന്താണുള്ളത്, സ്ട്രിങ് ഈസ് പാലിയൻഡ്രോം. അപ്പൊ ഡിസ്പ്ലേ മെസ്സേജ് 2 എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേ എന്ന് പറയുന്ന മാക്രോ ആണ് എക്സിക്യൂട്ട് ചെയ്യുക. എന്താണ് പാസ് ചെയ്യുന്ന ആർഗ്യുമെന്റ്, സ്ട്രിങ് ഈസ് പാലിയൻഡ്രോം. അപ്പൊ സ്ട്രിങ് ഈസ് പാലിയൻഡ്രോം നമുക്ക് പ്രിന്റ് ചെയ്ത് വരും. ഇതാണ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്. പിന്നെ നമ്മൾ പ്രോഗ്രാം എക്സിറ്റ് ചെയ്തു, കോഡ് സ്റ്റേറ്റ്മെന്റ് എൻഡ് ചെയ്തു, മറ്റേ പ്രോഗ്രാമും എൻഡ് ചെയ്തു. ഇതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇവിടെ ചെയ്തിരിക്കുന്നത് 2 സ്ട്രിങ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 2 സ്ട്രിങ്ങിലും ഒരേപോലെ നിതിൻ എന്നുള്ള എഴുതി. അതിനുശേഷം ഫസ്റ്റ് സ്ട്രിങ്ങിന്റെ ഫസ്റ്റ് ക്യാരക്ടറും രണ്ടാമത്തെ സ്ട്രിങ്ങിന്റെ ലാസ്റ്റ് ക്യാരക്ടറും നമ്മൾ കമ്പയർ ചെയ്തു. അങ്ങനെ കമ്പയർ ചെയ്ത എല്ലാ ക്യാരക്ടറും ഈക്വൽ ആണെങ്കിൽ സ്ട്രിങ് പാലിയൻഡ്രോം എന്ന് പറയുന്നു. ഇനി നിങ്ങൾ ഇവിടെ നിതിൻ കൊടുത്തു, ഇവിടെ ജിതിൻ കൊടുത്തു. ഓക്കെ, നിതിനും ജിതിനും കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് സ്ട്രിങ്ങിന്റെ ഫസ്റ്റ് ക്യാരക്ടറും രണ്ടാമത്തെ സ്ട്രിങ്ങിന്റെ ലാസ്റ്റ് ക്യാരക്ടറും ഈക്വൽ ആവില്ല. ഇവിടെ ജിതിനാണെങ്കിൽ ജിയും എന്നും തമ്മിൽ തെറ്റി. അപ്പൊ തന്നെ എന്താണ്, ഇത് നോട്ട് പാലിയൻഡ്രോം എന്നുള്ള രീതിയിൽ പ്രിന്റ് ചെയ്ത് വരും. ഇത് വളരെ ബേസ് ആയിട്ടുള്ള ഒരു പാലിയൻഡ്രോം ചെക്കിംഗ് ആണ്. ഓക്കെ.